ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1 to 14. വീണ്ടും ഒരു ക്രിസ്മസ് ദിനം കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ നാമും ഇന്നിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. ആഘോഷങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുജനനം കൊണ്ടാടുമ്പോൾ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്ദേശം ഇന്നും മൂല്യമേറിയതും അർത്ഥവ്യാപ്തി നിറഞ്ഞതുമായ വസ്തുതയാണ്. സ്നേഹത്തിൻ്റെ ആഴം നഷ്ടപ്പെടുന്ന ഇന്നിൻ്റെ ജീവനയിടങ്ങളിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തു. ക്രിസ്തുജനനം വളരെ വ്യക്തതയോടും ചരിത്രബോധ്യങ്ങളോടും കൂടെ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് ഇപ്രകാരം വിവരിക്കുന്നു: അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. സമ്പന്നരും സ്വാധീനമുള്ളവരും വഴിയമ്പലങ്ങളിൽ ഇടം പിടിച്ചതിനാലാകണം യോസഫിനും മറിയയ്ക്കും ഇടം നിഷേധിക്കപ്പെട്ടത്. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ആദ്യം ലഭിക്കുന്നത് ആ കാലത്ത് പലതരത്തിൽ സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുകയും ഇടം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഇടയന്മാർക്കായിരുന്നു. ആ ഇടയന്മാരുടെ മധ്യത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന ആഹ്വാനത്തോടെയാണ് ആ മഹാസന്തോഷം സുവിശേഷിക്കുന്നതും അടയാളം നൽകുന്നതും. ഈ കാലഘട്ടത്തിലും ക്രിസ്മസ് സന്ദേശത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്താണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം? ഹൃദയത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനതയുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയുടെ ഉത്തരമാണ് ക്രിസ്തു. പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയുടെ വിമോചനത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ ഫലമാണ് ക്രിസ്തു ജനനം. അന്ധകാരത്തിലിരുന്ന ജനതയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ വലിയ വെളിച്ചത്തിൻ്റെ ഉദയമാണ് ക്രിസ്മസ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇടം നഷ്ടപ്പെട്ടവർക്ക് ഇടം നൽകുവാനും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലുകൾ തുറക്കുവാനും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക് വിമോചനം നൽകുവാനും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകുവാനും സാധിക്കുന്ന ഇടമാണ് ക്രിസ്തുമസ്. ആ ഇടം ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മിൽ കൂടുതൽ സാധ്യമാകട്ടെ. അപ്രകാരം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള പ്രവൃത്തികൾ കൊണ്ട് ദൈവീക സമാധാനം അനുഭവിക്കുന്ന മനുഷ്യരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ തിരുപ്പിറവി കൊണ്ടാടുന്ന ഈ നാളുകളിൽ നിന്റെ തിരുജനനത്തിൻ്റെ അർത്ഥം ആഴത്തിൽ അറിയുവാനും ഈ മഹാസന്തോഷം നന്മയുടെ അനുഭവത്തിലൂടെ പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ക്രിസ്തുമസും പുതുവത്സരവും ആശംസിക്കുന്നു.